ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇത് നമ്മുടെ ലിവിസ്റ്റൺ ട്രിപ്പിന്റെ ഡേ 3 വ്ളോഗാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ട്രാവൽ വ്ളോഗൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇതും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണേ. ഞാൻ ഒരുപാട് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഒത്തിരി എടുക്കുന്നതാണ്. എൻ്റെ കയ്യിൽ ഫോണ് കിട്ടിയ കാലം തൊട്ട് ഞാൻ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തത് ഇപ്പോഴും ഇങ്ങനെ ഹാർഡ് ഡിസ്കിലും മെമ്മറി കാർഡിലൊക്കെ കോപ്പി ചെയ്ത് വെക്കില്ല, ലാപ്ടോപ്പിലൊക്കെ അങ്ങനെ കോപ്പി ചെയ്ത് ഒരു ലോഡ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം പിന്നീട് ഞാൻ ആ ഫോണിൽ ഇതൊക്കെ കണക്ട് ചെയ്ത് ഇതൊന്നും എടുത്ത് നോക്കാറേ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം എല്ലാം നമുക്ക്, ഞാൻ എന്തായാലും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതല്ലേ, അപ്പം എല്ലാം ഇതിലിങ്ങനെ ഇഷ്ടപ്പെട്ടതും നല്ലതും എല്ലാം ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് എടുത്ത് കാണാമല്ലോ. മുന്നേ എല്ലാം ഞാനിങ്ങനെ ഹാർഡ് ഡിസ്കിലാക്കി വെച്ചതൊക്കെ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ തുറന്നു നോക്കാറ് പോലില്ല. പക്ഷെ നല്ല നല്ല ഫോട്ടോകളും ദേവുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ അവളുടെ ഓരോ കുസൃതികളും അങ്ങനെ ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ നല്ല രസമല്ലേ പിന്നീട് ഇരുന്ന് കാണാൻ. അപ്പം ഇപ്പം എനിക്ക് തോന്നി എല്ലാം ഇതിലിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇരുന്ന് കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കംപ്ലീറ്റ് 3 വീഡിയോ ഒക്കെ ഇട്ടിടുന്നത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതുകൂടെ കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ട്രാവൽ വ്ലോഗ് ഇപ്പം അടുത്തൊന്നും ഇടാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഒത്തിരി ഫോട്ടോ വീഡിയോയിൽ എടുക്കുന്നു പറയുമ്പോൾ ഞാൻ അത്ര നല്ല ഫോട്ടോഗ്രാഫർ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്കിഷ്ടം എല്ലാ മൊമെൻറ്റും അങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് പിന്നീട് ഇരുന്ന് കാണാനൊക്കെ. അതൊക്കെ പോട്ടെ. നമ്മളിപ്പോൾ ലിവിസ്റ്റൺ ട്രിപ്പിന്റെ കഥ പറയാൻ വന്നിരിക്കുകയല്ലേ. ഇത് നമ്മുടെ ഡേ 3 വ്ളോഗാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് മൂന്നാമത്തെ ദിവസം വലിയ പ്രത്യേകിച്ച് പ്ലാനുകളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ രാവിലെ എണീക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, വേണമെങ്കിൽ നമുക്ക് വാട്ടർഫോൾസ് പോയി കാണാം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്നും കൂടെ പോയി കാണാം, എന്നിട്ട് അന്ന് നമുക്ക് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് തിരിച്ചു പോവുക, അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആണെങ്കിൽ എനിക്ക് തീരെ ഉറക്കം വന്നില്ല. അപ്പോൾ വെളിച്ചം വന്നതും ഞാൻ എണീറ്റു. നമുക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ നടന്ന് കാണാൻ വിചാരിച്ച് ഞാൻ അങ്ങനെ നമ്മുടെ അവാനി റിസോർട്ടിലാണ് നമ്മൾ നിന്നത്. അവിടെ എല്ലാം കണ്ടു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ റോയൽ ലിവിസ്റ്റൺ ഉള്ളത്. അപ്പം അവിടെയും കൂടെ പോയി കണ്ടു. അവിടെ നല്ല രസമായി ഈ കളർ കോമ്പിനേഷൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അതൊക്കെ പോയി നടന്ന് കണ്ട് തിരിച്ച് നമ്മൾ റൂമിലോട്ടെത്തി. റൂമിലെത്തിയപ്പോൾ മക്കൾ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ പിന്നെ അവർ രണ്ടുപേരെ ഏട്ടനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ മാത്രം വാട്ടർഫോൾസ് കാണാൻ പോകാൻ വിചാരിച്ചു. പോയിട്ട് ഞങ്ങൾ എപ്പോഴാണ് തിരിച്ചു വരാമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടെ ലൈവായിട്ട് ഓംലേറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. അവരോട് നമുക്ക് വേണ്ടതെല്ലാം ഇടിയിച്ചിട്ട് ഒരു ഓംലേറ്റും എല്ലാവർക്കും എടുത്ത് ഞങ്ങൾ സമാധാനമായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞു. തിരിച്ച് റൂമിൽ പോയി അവിടുന്ന് ജാക്കറ്റൊക്കെ എടുത്ത് നമ്മൾ വാട്ടർഫോൾസ് കാണാൻ പോകാൻ വിചാരിച്ചു. ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് മെയ് മാസത്തിലാണ്. ഞാൻ ഇത് 2 തവണ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലും. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇടുന്ന ഒക്ടോബറിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരക്കായിപ്പോയി. തണുപ്പും അതിൻ്റെ കുറേ വയ്യായ്കളും പിന്നെ സ്കൂളുണ്ടായിരുന്നു മോക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് അങ്ങ് ബിസി ആയിപ്പോയി. പിന്നെ ഇപ്പോൾ മടിയൊക്കെ ഞാൻ മാറ്റി വെച്ച് ഓക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി വീണ്ടും വാട്ടർഫോൾസ് കാണാൻ പോകണേ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ, ആശേച്ചി, മീൻ ചേച്ചി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. വാട്ടർഫോൾസ് ഒന്നും കൂടെ പോയി കാണാം, എന്നിട്ട് പിന്നെ പറ്റുവാണെങ്കിൽ ബോയിലിംഗ് ബോട്ടും കൂടെ പോയി കാണാം, അങ്ങനെ വിചാരിച്ചിട്ട് ഇറങ്ങുന്നത്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്, അവാനി റിസോർട്ട്. ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. ഗാർഡനൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഷ്ടം പോലെ അനിമൽസും ഉണ്ട്. അങ്ങനെ നല്ല രസമായിരുന്നു അവിടുത്തെ സ്റ്റേ ഒക്കെ. ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൽ നിന്ന് നമുക്ക് നടന്നു പോകാനുള്ള വഴിയാണ് വാട്ടർഫോൾസിലേക്ക്. അപ്പോൾ ഈ ഒരു ഗേറ്റിൽ നിന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ നേരെ വാട്ടർഫോൾസിൻ്റെ മെയിൻ ഗേറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ നമ്മൾ റൂം നമ്പറൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്രീ ആയിട്ട് കയറാം. അപ്പോൾ നമ്മൾ റൂം നമ്പറൊക്കെ എഴുതി കൊടുത്ത് ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി കൊടുത്തിട്ട് നമ്മൾ വീണ്ടും വാട്ടർഫോൾസിനകത്തേക്ക് കയറുകയാണ്. നമ്മൾ കുറച്ചധികം നേരം അത് നോക്കി നിന്ന് കണ്ട് പിന്നെ അവിടുന്ന് ബോയിലിംഗ് ബോട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ബോയിലിംഗ് ബോട്ടിക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള എൻട്രൻസിലുള്ള ഒരു ഷോപ്പാണിത്. ഇവിടുത്തെ ആൾക്കാർ കൈകൊണ്ട് ഉണ്ടാക്കിയ കുറേ ഷോ പീസുകളും ഫ്രിഡ്ജ് മാഗ്നറ്റ് അങ്ങനത്തെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ക്ലോത്ത് ഉണ്ട്, അതൊക്കെയാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ നമ്മളിതേ ബോയിലിംഗ് ബോട്ടിക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ ലിവിസ്റ്റണിൽ ഇപ്പോൾ 2-3 തവണ വന്ന് കണ്ടെങ്കിലും ബോയിലിംഗ് ബോട്ടിക്ക് ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടാവും. പിന്നെ തിരിച്ച് വേഗം വരാൻ പറ്റിയില്ലെങ്കിൽ വാവ ഏട്ടൻ്റെ കയ്യിലല്ലേ,
അവർക്ക് വിശക്കാനൊക്കെ തുടങ്ങി എങ്ങനെയാവുന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഏട്ടൻ അവരെ നല്ല പോലെ ഹാൻഡിൽ ചെയ്തു. ഞങ്ങളും നല്ലപോലെ സംസാരിച്ച് നല്ല എൻജോയ് ചെയ്ത് ട്രക്കിംഗ് പോലെ താഴേക്ക് ഇറങ്ങി. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങേ അറ്റം വരെ അതായത് ഇതുപോലത്തെ വഴിയായിരുന്നേ. അപ്പോൾ ഞങ്ങളങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് അവസാനം ബോയിലിംഗ് ബോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബോയിലിംഗ് ബോട്ടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ കുറച്ചെടുത്ത് ഒക്കെ കഴിഞ്ഞു. നമ്മൾ പതുക്കെ തിരിച്ച് പോവാന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് ഇറങ്ങുന്ന പോലെ അത്ര ഈസി ആയിരുന്നില്ല. തിരിച്ച് കയറുമ്പോൾ കുറച്ച് കാലിൻ്റെ പെയിനൊക്കെ തുടങ്ങിയായിരുന്നു. എന്നാലും നമ്മൾ എങ്ങനെയൊക്കെയോ തിരിച്ച് കയറി. ഇടയ്ക്കൊക്കെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഇരുന്നു. പിന്നെ പതുക്കെ പതുക്കെ അങ്ങ് കയറി, വലിയ കുഴപ്പമില്ലാതെ. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ആ ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട ആ ഷോപ്പില്ലേ, അവിടെ നിന്ന് ഞങ്ങളൊരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങി പതുക്കെ റൂമിലേക്ക് പോകാൻ വിചാരിച്ചു. ഹോട്ടലിലെത്തിയപ്പോഴേക്കും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. വാവ എണീറ്റ് കരച്ചിലൊക്കെ തുടങ്ങിക്കാണോന്ന്. അപ്പോൾ ഞാനതാ വേഗം വാവയുടെ അടുത്തേക്ക് പോയത്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അച്ഛനും മോളും ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് കളിക്കുകയായിരുന്നു. കരഞ്ഞിട്ടേ ഇല്ലായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി, സമാധാനമായി. കാരണം കരഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ബുദ്ധിമുട്ടും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവൾ ഈ മാനിനെയും സീബ്രേനെയൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ കളിച്ച് നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തായിരുന്നു ഏട്ടൻ, പാലൊക്കെ കുടിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അവളെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കാമെന്ന്. അങ്ങനെ റൂമിൽ പോയി മക്കളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി നമ്മുടെ ലഗേജൊക്കെ എടുത്ത് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാറായി. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് ഇയർ വന്നപ്പോൾ ജിറാഫിനെ കണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമുക്ക് കാണാനേ പറ്റിയില്ല. പക്ഷേ ഏട്ടൻ രാവിലെ അവിടെ നടക്കാനൊക്കെ പോയപ്പോൾ കണ്ടു പറഞ്ഞു. അപ്പം എന്നാൽ അവിടെ പോയാൽ കാണാൻ പറ്റുമോ നോക്കിയിട്ട് നമ്മൾ അവിടെ തന്നെ നമ്മുടെ പെട്ടിയൊക്കെ അങ്ങനെ കൊണ്ടുവരാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു വണ്ടിയുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ നമുക്ക് പോയി നോക്കാം, കാണാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്
ഞങ്ങൾ ചുമ്മാ വണ്ടിയിൽ കയറി അതിനെ കാണാൻ പറ്റുമോ എന്ന് നോക്കി പോവുകയാണ്. ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമ്മൾ ഇന്നലെ നാഷണൽ പാർക്കിലൊക്കെ പോയപ്പോൾ കണ്ടതല്ലേ, അപ്പം അങ്ങനെ സമാധാനിക്കാം. എന്നാലും നമ്മൾ അവിടെ എല്ലായിടും നോക്കി കാണാണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു റിസോർട്ട് റിവേഴ്സ് സൈഡിലാണ്. അപ്പോൾ ആ സൈഡിൽ സീബ്രയൊക്കെ നിന്ന് അവിടെ ഇങ്ങനെ പുല്ലൊക്കെ തിന്നുക, കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ കുറച്ച് നേരം അത് നിർത്തി കണ്ടു, ഭാവിക്കൊക്കെ കാണിച്ചു കൊടുത്തു. പിള്ളേരൊക്കെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആ വണ്ടിയിൽ തന്നെ തിരിച്ച് നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പോയി. നമ്മുടെ കൂടെയുള്ള ബാക്കി എല്ലാവരും റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ ഇട്ട് വണ്ടിയുടെ അടുത്തേക്ക് എത്തിയെന്ന് വിളി വരാൻ തുടങ്ങിയായിരുന്നു. അപ്പം നമുക്കിനി തിരിച്ച് ലുസാക്കിലേക്ക് പോവാറായി. പോകുന്നതിന് മുന്നേ നമ്മുടെ സിന്ധു ചേച്ചിയുടെ അവിടെ പോയി ലഞ്ചും കൂടെ കഴിച്ചിട്ട് വേണം നമ്മുടെ ലുസാക്കിലേക്കുള്ള യാത്ര തുടങ്ങാൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വഴി ഇങ്ങനെ പോരുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. 3 ദിവസം പോയതേ അറിഞ്ഞില്ല. ശരിക്കും ഞങ്ങളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ ഈ അടുത്തൊന്നും ഈ വഴി വരില്ല, അടുത്ത വർഷം ആവണമല്ലോ. അടുത്ത വർഷം വരുമെന്നറിയില്ല, എന്നാലും ആഗ്രഹം. ഇവിടെ വന്ന് എപ്പോൾ പോകുമ്പോഴും നമ്മൾ വിചാരിക്കും ഇനിയും വരണം, ഉടനെ തന്നെ വരണം. അത്രയും നമുക്ക് അവിടെ ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് നമ്മുടെ സിന്ധു ചേച്ചിയുടെ വീട്. അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് നമ്മളങ്ങനെ ഇറങ്ങി. അങ്ങനെ നമ്മൾ ലിവിസ്റ്റൺ സിറ്റിനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ സ്വന്തം ലുസാക്കയിലേക്ക് തിരിച്ചു പോരുകയാണ്. ഇന്ന് നമ്മുടെ വാവയുടെ പിറന്നാളായിരുന്നു. പക്ഷേ നമ്മൾക്ക് വേറെ പരിപാടികളൊന്നുമില്ല. നമ്മൾ വാവയുടെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അങ്ങനെ 6-7 മണിക്കൂറിൻ്റെ ഡ്രൈവിങ്ങിന് ശേഷം നമ്മൾ ലുസാക്കയിലെത്തി. നമ്മൾ ഡിന്നർ ലിയോ റെസ്റ്റോറൻറ്റിൽ വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളെല്ലാവരും കൂടെ ഡിന്നറൊക്കെ കഴിച്ചു. അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ലിവിസ്റ്റൺ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഞങ്ങളുടെ ട്രാവൽ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.